ഹിന്ദുക്കളുടെ മൈൻഡ് ഒരു പ്രത്യേക മൈൻഡാണ്. എന്ന് വെച്ചാൽ എൻ്റെ കച്ചവടം അത്ര ഇല്ലെങ്കിലും കുഴപ്പമില്ല കൃഷ്ണ, അടുത്ത കച്ചവടക്കാരെ പൊട്ടിക്കണേ എന്ന് പ്രാർത്ഥിക്കുന്ന മൈൻഡാണ് നമ്മുടെ. നിങ്ങൾ കഴിഞ്ഞ് പൗർണമിക്ക് 1,00,000 റുപ്യയുടെ പൂജയാണ്. 1,00,000 ഞാൻ ഞെട്ടിപ്പോ, ഈശ്വരൻ ഞാൻ ചങ്ക് പടച്ചു, 1,00,000 റുപ്യ. ഹിന്ദുമതത്തിന് അങ്ങനെ ഒരു പ്രത്യേക ഗുണമുണ്ട്. വെച്ചാൽ എല്ലാ പൂജാരിമാരും എങ്ങനെ നിങ്ങളെ പറ്റിക്കാന്ന് റിസർച്ച് ചെയ്യുന്നവർ അധികം വരും. ദൈവത്തിന്റെ രൂപമല്ല എന്ന് പറഞ്ഞവരെ ഈ പറഞ്ഞൊക്കെ അതാണ് അത്ഭുതം. അത് തുറക്കത്തിൽ ഇരിക്കുന്നത് ഒരു സ്പേസ് ഒക്യുപ്പ് ചെയ്യണമെങ്കിൽ രൂപം വേണ്ടേ? ദൈവത്തിന് സിംഹാസനം, ആസനമായിട്ട് സിംഹാസനം ഉണ്ടാവുള്ളൂ. രാവണന്റെ കൊട്ടാരത്തിൽ പോയ ഹനുമാന്റെ അവസ്ഥയിൽ ഈ സെലിബ്രിറ്റി സ്പിരിച്വാലിറ്റി ഇസ് ദ മോസ്റ്റ് ഡേഞ്ചറസ് വെനമസ് തിങ് ഇൻ ദ വേൾഡ്. അമ്പലത്തിനുള്ളിൽ നിന്ന് ഒരു ചെറുപ്പക്കാരൻ വന്നിട്ട് അതെന്താ പറയുന്നത്, ഈശ്വരൻ എല്ലാ ഫ്രോഡുകളും അടിയുന്ന സ്ഥലം. നിങ്ങൾക്ക് മുസ്ലിം ആചാര്യമുണ്ട്, വളരെ പെട്ടെന്ന് ചെയ്ത ഗുരുതരാണ്, നിങ്ങളെ കൊല്ലാനുള്ള പണി എടുത്തിരിക്കുന്നത്. എൻ്റെ കുട്ടിയത്തിന് അച്ഛനുള്ള കമൻറ്റ് വരുന്നു, അത് കുഴപ്പമില്ല. അയ്യപ്പനെ വെച്ച് ഒരു കള്ളം പറഞ്ഞവൻ പോലും സമാധാനമായിട്ട് പറഞ്ഞില്ല, എനിക്ക് ഉറപ്പാണ്. ഇന്നല്ലെങ്കിൽ നാളെ അവനെ ഫലം കിട്ടും. നമുക്ക് അടുത്തൊരു ചോദ്യം എന്ന് പറഞ്ഞാല് അതെൻ്റെ ഞാനൊരു സാധാരണക്കാരൊരു ചോദ്യമാണ്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇപ്പോ ഇന്നിപ്പോ ഇപ്പം അങ്ങ് പറഞ്ഞ പോലെ ഈ കലിയുഗത്തിലെ ശക്തിയുള്ള ദേവതകളൊക്കെയാണ് വിഷ്ണുമായ, ഭദ്രകാളി, പിന്നെ ഗുളികൻ, വരാഹി ഒക്കെ. അപ്പോൾ സാധാരണഗതിക്ക് എനിക്കുണ്ടായിട്ടുള്ള അല്ലെങ്കിൽ എൻ്റെ സുഹൃത്തുക്കൾക്ക് ഉണ്ടായിട്ടുള്ള അനുഭവം എന്ന് പറയുന്നുണ്ടെങ്കിൽ, എൻ്റെ സുഹൃത്ത് ഒരു ഇപ്പൊ ചാത്തന്റെ അമ്പലത്തിൽ പോയി, അവിടെ പോയിട്ട് തൃശ്ശൂരാണല്ലോ ചാത്തന്റെ ഹെഡ് ഓഫീസാണല്ലോ. അതെ. അപ്പൊ അവിടെ ചെന്നിട്ട് ആൾക്ക് പ്രാർത്ഥിച്ച കാര്യം അവിടെ നടന്നു. അദ്ദേഹമാണ് എന്നോട് പറയണ, എടാ നീ ഇവിടെ ഒന്ന് പോയിക്കോ, ഒന്ന് തൊഴുതോ, കാര്യങ്ങൾ ഇതാക്കോ. സാധാരണ എനിക്ക് മുമ്പൊക്കെ എൻ്റെ കാരണവന്മാരായാലും ശരി ഒരു കയ്യകല നിർത്തിയിട്ടുള്ള ഏരിയ ആയിരുന്നു ഇതൊക്കെ. വിഷ്ണുമായ, ഭദ്രകാളി, അങ്ങനെ കുറച്ച് പലരും അതിനെ വേറെ രീതിയിൽ ഉപയോഗിക്കാറുണ്ട്. ആ വിചാരത്തിനൊക്കെ ഇതിന് ഉപയോഗിക്കുന്നതാണ് ഞാൻ കേട്ടറിവുള്ളൂ. അപ്പൊ എന്നോട് പറയാറുണ്ട്, ഒന്ന് കയ്യകലത്തിൽ നിർത്തിക്കോളൂ, അതിനെ വേണ്ട രീതിയിൽ ആചരിച്ചില്ല എന്നുണ്ടെങ്കിൽ അത് ഭയങ്കര പ്രശ്നമായിരിക്കും എന്ന് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ഗുരുമുഖത്ത് നിന്നല്ല പലരും ഇത് പിടിക്കുന്നത്. അയാൾക്കൊരു അനുഭവം ഉണ്ടായി, അപ്പൊ എനിക്കത് ഉണ്ടാവാതിരിക്കാം. എന്നിട്ട് എന്നോട് പോകുന്നു. പക്ഷെ വിപരീതമായിട്ടുള്ള ഫലം അപ്പൊ കിട്ടിയിട്ടുണ്ട്. പിന്നൊക്കെ അതിനെ ആചരിച്ച് പോകുമ്പോ ഭയങ്കര നെഗറ്റീവായിട്ടാണ്. ഒരു കാര്യം പറയാം, 2023 എൻ്റെ ഒരു സുഹൃത്തിന് ബിസിനസ്സിൽ അപ്രതീക്ഷിത നഷ്ടം ഉണ്ടായി. ചില അയാളെ ഡെവസ്റ്റേറ്റ് ചെയ്ത നഷ്ടം. പല അമ്പലത്തിലും വഴിപാട് ചെയ്ത് പല സ്ഥലത്തും ഒന്നും നടക്കുന്നില്ല, ഒക്കെ സ്റ്റക്കായി. അങ്ങനെ ഉണ്ടാവില്ല ചിലപ്പം. എന്നെ വിളിച്ചു. അപ്പം ഞാൻ പറഞ്ഞു നോക്കട്ടെ, ഒരു പരിഹാരം ഉണ്ടാക്കാം. എൻ്റെ ഒരു സുഹൃത്തിനെ ഞാൻ വിളിച്ചു. അപ്പോൾ അയാൾ പറഞ്ഞു, എന്നാൽ ഒരു കാര്യം ചെയ്യാം, വിഷ്ണുമായുടെ അമ്പലമുണ്ട് തൃശ്ശൂർ, ഏത് അമ്പലം ഞാൻ പറയില്ല, കാരണം പറഞ്ഞാൽ പിന്നെ അവരെനിക്ക് എതിരാവും, അവിടെ നിങ്ങൾ പോയിക്കോളൂ. അദ്ദേഹത്തിനോട് അങ്ങനെ ഇയാൾക്ക് അറിയുന്ന, എനിക്ക് കുട്ടിച്ചാത്തന്റെ പ്രയോഗക്കാരെ ആരെയും നേരിട്ട് അറിയില്ലായിരുന്നു അതുവരെ. ഇദ്ദേഹം പിന്നെ മനുഷ്യ പറഞ്ഞ തന്നെ ഞാനും ഇങ്ങനത്തെ ഒന്നും നമ്മൾ ഉപാസിക്കുന്നുമില്ല, നമുക്ക് അതിന്റെ താല്പര്യമില്ല. പ്രധാനമന്ത്രി നരേന്ദ്രമോദി എന്റെ അടുത്ത സുഹൃത്താണ്. ഞാൻ പിന്നെ പഞ്ചായത്ത് പ്രസിഡന്റിനെ ഫ്രണ്ട്ഷിപ്പ് വേണ്ടല്ലോ എനിക്ക്. അത് അങ്ങനെ ഞാൻ ചിന്തിക്കുള്ളൂ, അവർക്ക് വിഷമം തോന്നരുത്. ഞാൻ ശിവനെ ഉപാസിക്കുന്ന ആളാണ്, എനിക്ക് ശിവനേക്കാൾ വലുതായി ലോകത്തൊന്നുമില്ല ഈ പ്രപഞ്ചത്ത്. അപ്പൊ എനിക്ക് ഞാൻ എന്തിനാണ് ശിവന് കൂളിവാകളുടെ ഒരു മകനെ പോയി പിടിച്ചെന്റെ കാര്യം നടത്തുന്നത്? അപ്പൊ ശിവന് മോശമല്ലേ അത്? ഞാൻ അങ്ങനെ ചിന്തിക്കുന്ന ആളാണ്. ഞാൻ വിഷ്ണുമായി കുറ്റപ്പെടുത്തല്ല. എന്റെ ചിന്തയിൽ എനിക്കത് വേണ്ട, ശിവൻ തന്നാൽ മതി, ശിവൻ എടുത്താൽ എടുത്തു, എനിക്ക് അത്രയേ ഉള്ളൂ. അപ്പൊ ശിവനോട് ഞാൻ ഉപാസിക്കുന്നുണ്ട്, കുട്ടിച്ചാത്തൻ എന്നെ ഉപദ്രവിക്കുമല്ലോ, എന്റെ ആവശ്യമില്ലോ, കാരണം അച്ഛനല്ലേ അത്. അവർ പറയുന്ന കഥ പ്രകാരം. അതുകൊണ്ട് ഞാൻ അതുകൊണ്ട് പണ്ടേ ഞാൻ അങ്ങനെ ഒന്നും പോവാറില്ല, വേണ്ട, അതിന്റെ ആവശ്യമല്ല. അപ്പോ ഇങ്ങനെ ഇപ്പൊ പറഞ്ഞപ്പോ ഞാൻ പറഞ്ഞു, നിങ്ങളിപ്പോ ഇവയൊക്കെ പിന്നെ എവിടെയും വിശ്വാസമില്ലാതെ തുടങ്ങിയവർക്ക്, എന്റെ സുഹൃത്തിന്. കാരണം പല സ്ഥലത്തും കൊണ്ടുപോയി പൈസ കൊടുത്തു, പല പൂജാരിമാരും പറ്റിച്ചു. ഹിന്ദുമതത്തിന് അങ്ങനെ ഗുണമുണ്ട്, പെട്ടെന്ന് സ്പിരിച്വാലിറ്റി വരാൻ എല്ലാവരും പറ്റിക്കും. ഹിന്ദുമതത്തിന് അങ്ങനെ ഒരു പ്രത്യേക ഗുണമുണ്ട്. വെച്ചാൽ എല്ലാ പൂജാരിമാരും എങ്ങനെ നിങ്ങളെ പറ്റിക്കാന്ന് റിസർച്ച് ചെയ്യുന്നവർ അധികം വരും. എല്ലാവരും അല്ല, ഒരു വലിയ ശതമാനം. ആ പൂജ ചെയ്തോ ഈ പൂജ ചെയ്തോ പെട്ടെന്ന് റിസൾട്ട് ഉണ്ടാവും. അവന് അതാണ്. അപ്പൊ ഇവൻ എന്ത് ചെയ്യും, ഇവന് ഒന്നായിട്ട് വെറുക്കും ഒന്നായിട്ട്. അപ്പൊ അങ്ങനെ വെറുത്ത് നിൽക്കുക അദ്ദേഹം. ഇപ്പൊ ഒരു എന്താട്ടെ ഞാൻ പറഞ്ഞു, എന്നെ സുഹൃത്ത് പറഞ്ഞിട്ടുണ്ട്, അയാളുടെ സുഹൃത്താണ് എവിടെ ആ ഒരു കുട്ടിച്ചാത്തന്റെ സ്ഥാനത്തുള്ള ആള്. അയാളുടെ നമ്പർ തരാം, നിങ്ങൾ വിളിച്ചോളൂ. വിളിച്ചിട്ട് ഇതാണ്, അയാളെല്ലാം കേട്ടു. 1/2 മണിക്കൂർ കഴിഞ്ഞിട്ട് അയാളുടെ വാട്സപ്പിലേക്ക് മെസ്സേജ്, ഇന്ന പൂജ ചെയ്യണം, ആദ്യം അതിന് നിങ്ങൾ 21,000 രൂപ അടയ്ക്കണം. അത് GPay ചെയ്ത് കൊടുത്തു അയാള് 21,000 രൂപ. എപ്പോ? സ്പോട്ടില്, കണ്ടിട്ട് പോലില്ല. അത് കഴിഞ്ഞ് ഇന്ന ദിവസം വരണം, അന്ന് നിങ്ങൾക്കൂടെ പ്രത്യേക പൂജയുണ്ട്,
അന്ന് വിളിച്ചപ്പെട്ട് പറയും, കുട്ടിച്ചാത്തൻ വരുമല്ലോ, ഒരാളായിട്ട് വരും, അതിങ്ങനെ ഇങ്ങനെ ഇങ്ങനെ ആട് വരും, ഇങ്ങനെ അഴയിൽ ഇങ്ങനെ വെച്ചിട്ട് അവർ ഒച്ചയ്ക്കണം കൂന്നൊക്കെ വെച്ച്. അപ്പോൾ എന്നിട്ട് പറയും. അപ്പം ഞാനും ഇയാളെ കൂടെ പോയി, അന്ന് ഞാനും പോയി. ഗോഡ് ഞെട്ടിപ്പോ നമ്മളൊന്നും സ്വർണ്ണമയം രാവണന്റെ കൊട്ടാരത്തിൽ പോയ ഹനുമാന്റെ അവസ്ഥയായിരുന്നു എനിക്ക്. ഈ സുഗ്രീവന്റെ കൂടെയൊക്കെ വല്ല പാഴോ അപ്പൊ രാവണന്റെ കൊട്ടാരം കണ്ടിട്ട് ഹനുമാൻ തലയിട്ടിപ്പോ എന്റെ അമ്മേ. അപ്പോ യൂസഫ് അലിക്ക് പോലും ഇത്രയും വലിയ സൗകര്യം ഇല്ലെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ അവിടെ ചെന്നപ്പോൾ അടിപൊളി ഗംഭീര സ്വർണ്ണമയാണ്. അപ്പൊ ഇയാളെന്നെ ഞെട്ടി. അപ്പൊ അവർ ചിന്തിക്കുന്നത് വെച്ചാല് ഈ വിഷ്ണുമായി ഉപാസിച്ച സ്വർണം വരും ഉറപ്പായിട്ടും, അല്ലെങ്കിൽ ഇവരിങ്ങനെ ആവുമോ? കോമൺ മാന്റെ തിങ്കിങ് ആണ്. ഇവർക്ക് ഇത്രയും യേശുദാസ് വരുന്നു, ദക്ഷിണാമൂർത്തി വരുന്നു, പിന്നെ ലതാ മങ്കേഷ്കർ വരും, ഹരിഹരൻ വരും, പിന്നെ നമ്മൾ ആര്? ഈ സെലിബ്രിറ്റി സ്പിരിച്വാലിറ്റി ഈസ് ദ മോസ്റ്റ് ഡേഞ്ചറസ് വെനമസ് തിങ് ഇൻ ദ വേൾഡ്. അതായത് ഈ പർട്ടിക്കുലർ ആൾക്കാർ കുട്ടിച്ചാത്തനെ എങ്ങനെയാ മാർക്കറ്റ് ചെയ്യുന്നത്? കുട്ടിച്ചാത്തന്റെ മഹത്വത്തിലല്ല. യേശുദാസ് ഇവിടെ വന്നു, മോഹൻലാൽ ഇവിടെ വന്നു, മമ്മൂട്ടി വന്നു, ഇങ്ങനെ അവർ പറയുന്നത് ഇവർ ഇത്ര യോഗ്യന്മാരൊക്കെ ഇതിലുണ്ട്, പിന്നെ നിങ്ങളാരാ? അത് ഭയങ്കര വെനമസ് സ്പിരിച്വാലിറ്റിയാണ്. വെച്ചാൽ ആ വ്യക്തിക്ക് അല്ലെങ്കിൽ ആ ഒരു ആത്മീയ സ്ഥാനത്തിന് സ്വയം ഒരു ഊർജ്ജമില്ല. വടക്കുന്നാഥന്റെ എവിടെങ്കിലും പോസ്റ്റർ കണ്ടിട്ടുണ്ടോ നിങ്ങൾ വടക്കുന്നാലേക്ക് വരുന്നു? പക്ഷെ നമ്മളെന്താ പോണത്? അതിന് സ്വയമേ തന്നെ എല്ലാറ്റിനും ആകർഷിക്കാനുള്ള ശക്തിയുണ്ട്. അതിന് മമ്മൂട്ടി വന്നു അതുകൊണ്ട് വടക്കുന്നാഥൻ വരുമെന്ന് ആരും പറയുമോ? അല്ലെ മോഹൻലാൽ വന്നു. വടക്കുന്നാഥൻ എന്ന് പറയുന്നത് സ്വയംഭൂവായിട്ട് അതിന്റെ ശക്തി ചൈതന്യം ഒരിക്കലും ക്ഷയിക്കാതെ അവിടെ നിൽക്കുന്നുണ്ട്. അല്ലെ ഇവിടെ ഗുരുവായൂരപ്പനെ കാണാൻ ഇന്ന് ചിത്ര വന്നു, ഗായിക ചിത്ര വന്നു, അതുകൊണ്ട് വിദ്യാസാഗർ പോകണമെന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ ഗുരുവായൂരപ്പനെ അമ്പലത്തിലേക്ക് കിടക്കുമ്പോഴേക്ക് അമ്പലത്തിന് മുഴുവൻ ചുറ്റിലും പിന്നെ ലതാ മങ്കേഷ്കർ വന്നത്, അങ്ങനെ ചിത്രമൊന്നുമില്ലല്ലോ, ഒന്നുമില്ല, മാർക്കറ്റിംഗ് ഇല്ല. അപ്പൊ ബിക്കോസ് ദാറ്റ് പർട്ടിക്കുലർ deity is self-sufficient enough to attract millions of people around the world, അല്ലേ? അപ്പോ അത് ആദ്യം എന്റെ ചിന്ത എങ്ങനെ പോവുക? ശരി, ഇപ്പൊ ഇതൊക്കെ വെച്ചിട്ടാണെങ്കിൽ പിന്നെ അതിന്റെ അർത്ഥം എന്താ? എന്തിനത് വെച്ചത്? നമുക്ക് തോന്നണം നമ്മൾ തീരെ ചെറുതാണ്. ഈ കുട്ടിച്ചാത്തൻ മോഹൻലാൽ വരുന്നു, മമ്മൂട്ടി വരുന്നു, അല്ലെങ്കിൽ മറ്റയാൾ വരുന്നു എന്ന് കാണിക്കുമ്പോൾ നമുക്ക് തോന്നുന്നു ഇവർക്കൊക്കെ റിസൾട്ട് കിട്ടി, അല്ല ഇത്രയും വലിയ സെലിബ്രിറ്റി എന്തിനോട് വന്നു? ആ ചിന്ത വരും. ഇയാള് ഞെട്ടി, എന്റെ ഫ്രണ്ട് ഞെട്ടി. ഞാൻ എന്റെ ഉള്ളിൽ എനിക്കിത് പറയാൻ വയ്യ, ഇയാൾ 24 പോയാൽ എന്റെ കഴുത്തിൽ പിടിക്കാളേ. ഞാനാണ് നമ്പർ കൊടുത്തേ. അപ്പോ ഞാനിങ്ങനെ അവിടെ ഒക്കെ കുറെ തിരിഞ്ഞു കളിച്ചു. അപ്പൊ ഈ കഷ്ടകാലത്തിന് എന്നെ അറിയുന്ന കുറെ പേരുണ്ടല്ലോ, അവരൊന്നും എന്താ ഇവിടെ, അവർ വിചാരം ഞാൻ സേവകനാണ് കുട്ടിച്ചാത്തന്റെ. ഞാൻ പറഞ്ഞു ഒന്നുമില്ല, ഞാൻ എന്റെ കൂട്ടുകാരോട് വന്നാണ് എന്ന് പറഞ്ഞു. കുറെ നേരം കാത്തിരുന്നപ്പോ അവര് മെയിൻ ആയിട്ടുള്ള ആൾക്കാരൊക്കെ വന്നു. അവരൊക്കെ സ്വർണ്ണമയാണ് കേട്ടോ, കയ്യിലൊക്കെ 5 വിരൽ മോതിരാണ്, പിന്നെ അതുപോലെ ഊഞ്ഞാലാടാൻ പറ്റിയ മാല ഒക്കെയാണ്. അപ്പൊ അത് കണ്ടപ്പോ ഇദ്ദേഹത്തിന് തൃപ്തിയാണ്. ബിസിനസ്സുകാർക്ക് അതാണ് മൈൻഡ് വരിക, എന്താ വെച്ചാൽ നമ്മൾ രക്ഷപ്പെടും. ഒരു ഉച്ച 1 മണി വരെ കാത്തിരുന്നപ്പോൾ അവിടെ ഒരു അമ്പലത്തിന്റെ ഉള്ളിൽ നിന്ന് ഒരു ചെറുപ്പക്കാരൻ വന്നിട്ട് ഇങ്ങനെ ഓടി. അത് എന്താ പറയുന്നത് ഈശ്വരൻ മാത്രമേ ഉള്ളൂ. എന്തോ ഒരു ഭാഷയാണ് പറയുന്നത്, അതായത് മലയാളവും അല്ല, ഇംഗ്ലീഷോ തമിഴൊന്നും അല്ല, എന്തോന്ന് പറയും. അപ്പൊ ഇയാളാണ് ട്രാൻസ്ലേറ്റ് ചെയ്യുന്നത്, ഇതിന്റെ മെയിൻ ആള്. അയാളാ പഠിക്കൽ നിൽക്കും. ആള് പിന്നെ പറഞ്ഞു മുസ്ലിം ആഭിചാരം ഏറ്റിട്ടുണ്ടെന്നാ പറയണത്. ഓരോ ഇയാൾ ഞെട്ടി. ആൾക്ക് അയാൾ കച്ചവടം ചെയ്ത മുസ്ലിമിന്റെ കൂടെയാ. അയാൾ ഞെട്ടി, അയാൾ വിറച്ചുപോയി. അത് പറയുന്നതിന്റെ ആ ഒരു നമ്മളിപ്പോ പറയുന്ന പോലെ അല്ല, അപ്പൊ ഫീൽ ചെയ്യില്ല. ആ ഒരു അന്തരീക്ഷത്തിൽ കുട്ടിച്ചാത്തൻ കൊണ്ട് കൂക്കിക്കൊണ്ട് വരികയും ഏതോ ഒരു മറുഭാഷയിൽ പറയുകയും അത് ഇയാൾക്ക് മനസ്സിലാവും, മറ്റേ മനസ്സിലാവും. അയാൾ ട്രാൻസ്ലേറ്റ് ചെയ്യാണ്. നിങ്ങൾക്ക് മുസ്ലിം ആഭിചാരം വളരെ പെട്ടെന്ന് ചെയ്ത ഗുരുതരാണ്, നിങ്ങളെ കൊല്ലാനുള്ള പണി എടുത്തിരിക്കുന്നു പറഞ്ഞു. ഇയാൾ ആദ്യം പറഞ്ഞാൽ ആടിപ്പോയി, ഇയാൾക്ക് വയ്യാതായി പോയി. അയ്യോ ഇത് അയാൾ തളർന്നു. കാരണം ജനറൽ മനുഷ്യർ വളരെ വൾണറബിൾ ആണ്. അപ്പോ ഇയാള് ഉടനെ വേറെ ആള് വന്നു, കൊണ്ടുവരും വിളിച്ചു. ഞാനും കൂടെ പോയി കേൾക്കണല്ലോ. അതെ, പൗർണമി പൂജയുണ്ട്, അതിന് പങ്കെടുക്കണം. നിങ്ങൾ ഇത് ചെറിയ കാര്യമല്ല, നിങ്ങളുടെ വ്യത്യാസം. ഇയാൾ കണ്ടാൽ തന്നെ അത്യാവശ്യം പൈസ ഉള്ള ആളാണ്, അതാ പ്രശ്നം. എന്നെയൊക്കെ കണ്ടാലും ആരും മൈൻഡ് ചെയ്യും. ഞാൻ എങ്ങനെ ഒടുങ്ങിയാലും അവന് അത്ര കാശൊന്നും ഇല്ലെന്ന് തോന്നും. പക്ഷെ ചില ആൾക്കാർ ഇപ്പൊ മനീഷൊക്കെ പോയി ചിലപ്പോ അവര് പറയും അവർക്ക് തിരക്കുള്ള അവന്റെ കാശുള്ളവനാണ്, നമ്മൾ ഓരോ നോക്കും വരും. ഞാനൊക്കെ ചെന്നാൽ ഒരു പൂജ ചെയ്യേണ്ട സ്വാമി താനെ ശരിയായിക്കോളെന്ന് പറയും. അതും അവര് നമ്മളൊന്നും കച്ചവടം പഠിച്ചിട്ടില്ല, അവർക്ക് ഒബ്സർവ് ചെയ്യാൻ അറിയാം ആൾക്കാരെ. ഒരാളോട് വരുമ്പോഴേ അവര് ചെയ്യാം, അവൻ കുഴപ്പമില്ല. അപ്പം അയാൾ നല്ല സ്റ്റൗട്ടാണ്. വിളിച്ച് നിങ്ങളെ കാര്യം തമാശയല്ല, ഇത്രയും പേരത്ത് ഇതൊന്നും പറഞ്ഞില്ല, നിങ്ങളുടെ തന്നെ പറഞ്ഞത്. നിങ്ങൾ കഴിഞ്ഞ് പൗർണമിക്ക് 1 ലക്ഷം റുപ്യയുടെ പൂജയാണ്. 1 ലക്ഷേ! ഞാൻ ഞെട്ടിപ്പോ ഈശ്വരൻ, ഞാൻ ചങ്ക് പഠിച്ചു. 1 ലക്ഷം റുപ്യ
അപ്പോൾ അതല്ല നിങ്ങൾ ചെയ്യേണ്ട ചെയ്താൽ മതി, അല്ല ഇത് ദോഷമുള്ള 21,000 പോയി എന്താ ഇപ്പം ഈ 21,000 കൊടുത്തെന്തിനാ? ഇതൊക്കെ ഈ 1 ലക്ഷം കിട്ടും 21,000 കൊടുത്തല്ലോ. അതെ. എന്റെ ജീവിതത്തിൽ ഞാൻ ഏറ്റവും കൂടുതൽ പൈസ പൈസ കണ്ടത് ഒരു പൂജ 21,000 ആണ്. കാരണം അത്രയും പൂജ എവിടെയില്ല. ഒരു ഗണപതി ഹോമം കഴിക്കണ ഒരു 2,000 രൂപ നമ്പൂരി കൊടുത്താൽ അത് സംതൃപ്തി ചെയ്തോളൂ. സാധനം വാങ്ങി കൊടുത്താൽ മതി. അല്ലെങ്കിൽ എന്തിനും ഈ 21 രൂപ. അപ്പൊ വേറെ അടുത്ത ഡബിൾ എന്താണ് 1 ലക്ഷം രൂപയുണ്ട് പൂജ ചെയ്യണം. അത് പൗർണമിക്ക് അത് രാത്രി ചെയ്യണം. ഇയാള് എന്റെ ദൈവമേ, അയാള് എന്തുകൊണ്ടാണ് ഇവിടെ വന്നത്? കച്ചവടം പൊട്ടി സ്തംഭനാവസ്ഥ നിൽക്കുന്നതുകൊണ്ടാണ് ഇവിടെ വന്നത്. ഇവിടെ ഒന്ന് 1 ലക്ഷം രൂപ പൂജ ചെയ്യാം. അപ്പൊ 1 ലക്ഷം വേണേ കടക്കാർക്ക് കൊടുത്തൂടെ? അപ്പൊ ഇയാള് ഉടനെ ഞാൻ പറഞ്ഞു, നിങ്ങൾ ചെയ്യണ്ടോ? ഞാൻ ചെയ്യണ്ടോ? ഇതിന് ആവശ്യമുണ്ടോ? 1 ലക്ഷം റുപ്യല്ലേ? അത് എങ്ങനെ ചെയ്യാൻ? അയാൾ പുറത്ത് പോയി ATM എവിടെയൊക്കെ തെണ്ടി തിരിഞ്ഞ് വന്ന് 1 ലക്ഷം റുപ്യയും കൊടുത്തു. അപ്പൊ എത്ര? 1,21,000 അവിടെ കയ്യിലായി. എന്നിട്ട് ഇതൊക്കെ ചട്ടപ്പെടുന്നതാണ്. ചിന്തിക്കാൻ സമയത്തില്ല അവര്. നമ്മൾ പറയാം ഡോക്ടർമാർ പോലും ഇങ്ങനെ ഓപ്പറേഷൻ ചെയ്യില്ല. ഇയാൾക്ക് ഗുരുതരാവസ്ഥയിലാണ്, രോഗി മരിച്ചു പോകും, ഇപ്പൊ ഓപ്പറേറ്റ്. അപ്പൊ ഒന്ന് ചിന്തിക്കട്ടെ, ആ ചിന്തിക്കാനുള്ള സമയമില്ല അവിടെ. അപ്പൊ ചെന്ന് അയാൾ പൈസ കൊടുത്തു. പൗർണമിക്ക് ചെന്നു, ഞാനും കൂടെ ചെന്നു. നല്ല ഫുഡൊക്കെ കിട്ടും അവിടെ, ആഹാരമൊക്കെ തന്നു. അതൊക്കെ കഴിഞ്ഞ് ഇപ്പം 2024 ഈ 3 കൊല്ലമായി ബിസിനസ് അവിടെ തന്നെ ഉണ്ട്. ഒരു മാറ്റമില്ല. കുട്ടിച്ചാത്തന്റെ ഒരു പ്രതിമയും കൊടുത്തു, അതും വീട്ടിലുണ്ട്. എന്താ ഇതിനൊക്കെ പറയാ? ഞാൻ എന്താ പറയാ? ഞാനിത് പറയുമ്പോൾ വേറെ ആൾ പറയും, അവരെ തന്നെ ആൾക്കാരുണ്ടാവും. നമ്മുടെ മറ്റേ മേനോൻ ചേട്ടനല്ലേ, അയാൾക്ക് ബിസിനസ് റെഡി ആയാലോ? അപ്പൊ നമുക്ക് ഇല്ലെന്ന് പറയാൻ പറ്റുമോ? അപ്പൊ നമുക്കുണ്ടായ എക്സ്പീരിയൻസ് നമുക്ക് പറയാൻ പറ്റുള്ളൂ. അപ്പൊ ഇതൊക്കെ ഒരു കാര്യം ഞാൻ പറയാം, പെട്ടെന്ന് റിസൾട്ട് കിട്ടുമെന്ന് പറയുന്നത് ഒന്നിലും വിശ്വസിക്കരുത്. എല്ലാരോടും പറയണം, വേറെ ഷെയറോ ആരും ആയിക്കോട്ടെ, പെട്ടെന്ന് ഇൻസ്റ്റന്റ് കുണ്ടലിനി ഒരു കോഴ്സാണ്. യു കാൻറ്റ് ഈവൻ ഇമാജിൻ സംബഡി അഡ്വർടൈസിംഗ് ലൈക്ക് ദാറ്റ്. Your Kundalini will be risen in minutes time. ഒരു 10 മിനിറ്റ് ഗുരുവിന്റെ അടുത്ത് തൊട്ട് കഴിഞ്ഞാൽ കുണ്ടലിനി എണീച്ച് സ്വരാജ് റൗണ്ട് പോയി 2 പ്രാവശ്യം ഓടിയിട്ട് വരുന്നവരാണ്. ഇൻസ്റ്റന്റ് കുണ്ടലിനി കോഴ്സ് ഉണ്ട്. 7 ദിവസത്തെ കോഴ്സ് കഴിച്ചാൽ ഞങ്ങൾക്ക് കുണ്ടലിനി ഉണർന്നു. ഞാനൊരു ദിവസം പിന്നെ തിരുവണ്ണാമലയ്ക്ക് പോകാൻ ട്രെയിനിൽ രാത്രി. അപ്പോൾ ഓപ്പോസിറ്റ് ഒരു 60 വയസ്സുള്ള ആളിരിക്കുന്നു, നല്ല ഇൻസ്റ്റന്റ് അടിപൊളി ചങ്ങായി വയസ്സൻ. അപ്പൊ എന്നോട് ചോദിച്ചു, നീ ബ്രാഹ്മണ? ആമാ. അപ്പൊ അയാൾ പെട്ടിക്കടിയിൽ നിന്ന് പെട്ടി എടുത്തു, ഒരു ഷൂട്ട് കേസ് തുറന്നിട്ട് ഒരു സർട്ടിഫിക്കറ്റ്. ഇതെന്തെന്നറിയോ? എന്താണ്? ദിസ് ഈസ് ബ്രഹ്മജ്ഞാനി സർട്ടിഫിക്കറ്റ്. അതിനുണ്ട് അങ്ങനെ സാധനം. തൃശ്ശൂർ എത്തിയിട്ടില്ല, അത് എത്തും. തൃശ്ശൂരാണ് എല്ലാ ഫ്രോഡുകളും അടിയുന്ന സ്ഥലം. ഇവിടെയാണ് ടെമ്പിൾ സിറ്റി ആണ്. ഇവിടുന്ന് ആൾക്കാർ ഫിഷ് ചെയ്യാൻ എളുപ്പമാണ്. എറണാകുളത്ത് പോയി നടക്കുക, അവന്മാര് വലിയ കള്ളന്മാരാ. അവർക്കെല്ലാം ലോകത്തെ എല്ലാ ഉളവും പഠിച്ചോണ്ട് എറണാകുളത്തിരിക്കുക. അപ്പം തൃശ്ശൂരാകുമ്പോ എന്താ, നാടന്മാരാണ്, അവർക്ക് സംസ്കാരം ഉണ്ട്. ആ പഴയ സംസ്കാരം പോയിട്ടില്ല, കുറച്ചുകൂടി ഒരു സോഫ്റ്റ് ആയിട്ടുള്ള ആൾക്കാരാണ്. അപ്പൊ അവർ പെട്ടെന്ന് ഫിഷ് ചെയ്യാൻ പറ്റും. തൃശ്ശൂർ ഗുരുവായൂർ ഭാഗത്താണ് ഈ ലോകത്തുള്ള ഏറ്റവും വലിയ ഫ്രോഡുകൾ ഉള്ളത്. അതെന്തുകൊണ്ട്? അത് തൃശ്ശൂർക്കാരെ കുഴപ്പമില്ല, തൃശ്ശൂർക്കാരൻ നന്മോടാണത്. ഇന്ത്യ എന്തുകൊണ്ട് ബ്രിട്ടീഷുകാർ വന്ന്? എന്തുകൊണ്ടാണ് ബ്രിട്ടീഷുകാർ ഇന്ത്യ വന്ന്? ഇന്ത്യക്കാർ പൊട്ടന്മാരാണ്. അതിനെ തൃശ്ശൂരും എല്ലാ സാധനവും നല്ലതും ചീത്തയും കിട്ടുക, നല്ലതും ഉണ്ട് ഇതിൽ, എല്ലാം ഇവിടെ അടിയും. അപ്പം ഇയാൾ എനിക്ക് കാണിച്ചില്ല ബ്രഹ്മജ്ഞാനി സർട്ടിഫിക്കറ്റ്. ഞാൻ നോക്കുമ്പോൾ, ഞാൻ വായിച്ചു നോക്കിയപ്പോൾ അയാൾ പേരുണ്ട്, സുബ്രഹ്മണ്യം എന്നോ ശോഭൻ എന്ന പേരാണ്. സുബ്രഹ്മണ്യൻ, മിസ്റ്റർ സുബ്രഹ്മണ്യൻ has attended a 7-day course at ഒരു ബ്രഹ്മർഷി അയാളെ ഗുരു at the feet of അയാളെ പേര്, and he has attained ബ്രഹ്മജ്ഞാനം on this particular day. Now onwards he is a ബ്രഹ്മജ്ഞാനി. ഞാൻ ചോദിക്കുകയും, ഗർഭമില്ലാത്ത പെണ്ണ് ഞാൻ ഗർഭിണിയാണെന്ന് കഴുത്ത് കെട്ടി തൂക്കിയാൽ ഗർഭിണിയാവോ? അവിടെ പ്രസവിക്കുവോ? ഇല്ല. അതുപോലെയാണ് അതും ബ്രഹ്മജ്ഞാനി സർട്ടിഫിക്കറ്റ്. അങ്ങനത്തെ ലോകം അത്. അപ്പൊ ഇവരോട് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. പിന്നെ വേറൊരു വശമുണ്ട് ഇതിൽ. ഇപ്പൊ നേരത്തെ മനീഷ് പറഞ്ഞ പോലെ മറ്റുള്ളവരുടെ യാത്രയെ തടസ്സപ്പെടുത്താൻ ഇതുകൊണ്ട് സാധിക്കുന്നുണ്ട്. ഇപ്പൊ മനീഷ് ഒരു പ്രശസ്തനായി ഉയർന്നു വരുന്ന ഒരു സ്റ്റാർ ആണെന്ന് വെച്ചോളൂ, സിനിമയിലോ അല്ലെങ്കിൽ. അപ്പൊ പോയിട്ട് പണി കൊടുക്കാൻ എടുക്കാം. അപ്പൊ പോയിട്ട് അവിടെ ഒരു സാധനം അത് സാധിക്കും. നന്നാവാനുള്ള ഗുണം പെട്ടെന്ന് കിട്ടിയില്ലെങ്കിലും ഇത് നടക്കുന്നുണ്ട്. അപ്പൊ നമ്മൾ ചുറ്റി തിരിയത് എന്താ സംഭവിച്ചറിയില്ല. ഇന്നലെ പ്രൊഡ്യൂസറെ വിളിക്കാന്ന് പറഞ്ഞാൽ ഇതുവരെ വിളിച്ചിട്ടില്ല. ഡയറക്ടർ നാളെ വരാൻ ഇന്ന് വേണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ അവസാന നിമിഷത്തിൽ നമ്മുടെ കാര്യങ്ങൾ മുടക്കാൻ ഇതിന് ചില ക്രിയകളുണ്ട്. അത് ചെയ്യുന്നവരാണ് ഇവിടെയുള്ള വലിയൊരു ശതമാനം. പുറമേ ശ്രീവിദ്യ പറയുന്ന ആൾക്കാരും ഉള്ളിൽ കുട്ടിച്ചാത്തനാണ്. അത് ഞാൻ കുറെ പേരറിയാം. പക്ഷെ ഞാൻ എന്താ പറയുന്നറിയോ, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ നിത്യവും കൃഷ്ണൻ പറഞ്ഞ പോലെ യുക്ത ആഹാരം, യുക്തവിഹാരം, നന്നായി ഉറങ്ങണം, നന്നായി ഉണരണം. അമിതമായിട്ട് ഉറങ്ങാൻ പാടില്ല, ഉറക്കമില്ലാണ്ടാവാനും പാടില്ല. യുക്താഹാര വിഹാരസ്യ യുക്തചേഷ്ടസ്യ കർമ്മ, നല്ല കർമ്മങ്ങൾ ചെയ്യണം, യുക്തമായ ചേഷ്ടകൾ വേണം.
അങ്ങനെയുള്ള താനും വഹിക്കുന്ന കൃഷ്ണൻ പറഞ്ഞേക്കണേ. ഉം, ഉം. നമ്മളൊരു ഉപാസനാമൂർത്തിയുടെ കൃഷ്ണനോ രാമനോ ശിവനോ കാളിയോ ആരോയിക്കോട്ടെ, ഈ ഭദ്രകാളി ഈ ഗ്രൂപ്പ് പെടുന്നല്ല കേട്ടോ. ഉം. ഭദ്രകാളി ഉയർന്നൊരു ദേവതയാണ്. ഉം. കാരണം രാമകൃഷ്ണൻ ഉപാസി ദേവതയാണ്. ഉം. ഈ ഗ്രൂപ്പ് അല്ല, അത് തെറ്റിദ്ധാരണ. അത് വേറെ ഗ്രൂപ്പാണ്. അത് അതെ അതെ. അത് ശിവന്റെ റെറ്റിന്യൂ ആണ്. ആ, ആ. വെച്ചാൽ ശിവൻ, ഗണപതി, കാളി, കാളി. പിന്നെ മുരുകൻ, ദേവി, ഇതൊക്കെ ഒരു റെറ്റിന്യൂ ആണ്. അത് ഒരു വളരെ ഉയർന്ന ഉപാസന. ഭദ്രകാളി ഉപാസിച്ചിട്ട് എത്രയോ മഹാത്മാക്കള് അതെ അതെ. ഉയർന്നിട്ടുണ്ട്. ഉം. പക്ഷെ ഇത് ആ ടീം, ഇതിന്റെ പ്രശ്നം ഇത് നിങ്ങൾക്ക് ഗുണം ചെയ്യുന്നു പറഞ്ഞിട്ട് മറ്റുള്ളവർക്ക് ദോഷം ചെയ്യാൻ എഫക്ട് ജാസ്തി. ഉം. അതുകൊണ്ട് ഞാൻ ഇതിൽ പോവാറുമില്ല. ഇന്നലെ ഉണ്ട് ഞാൻ സ്പോട്ടിഫൈയില് കാറിൽ പാട്ട് വെക്കുമല്ലോ സ്പോട്ടിഫൈയില്. ഉം, ഉം. ഇവിടെ പെട്ടെന്ന് വിഷ്ണുമായ എന്റെ മോനെ മാറ്റി, എനിക്കറിയാം, ഞാൻ കേട്ടുന്നുണ്ട്, എന്റെ പേര് നടപടി വേണ്ടല്ലോ. ഉം, ഉം, ഉം. ഞാൻ പാട്ട് പോലും കേൾക്കാറില്ല. അപ്പൊ ഇതിപ്പോ ഈ കാലത്തെ അവനവന് ഗുണം കിട്ടാൻ വേണ്ടിയിട്ടല്ല കൂടുതൽ ചെയ്യുന്നത്, മറ്റൊന്ന് നശിക്കാൻ വേണ്ടിയിട്ടാണ്. ഉം. അതിൽ നല്ല റിസൾട്ട് ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നത്. അതെ, അതുമ്മലാണ് കൂടുതൽ. അതായത് നിങ്ങളൊരു പുതിയ കാർ വാങ്ങി, ഉടനെ അത് ആക്സിഡന്റ് പറ്റുന്നു. ഉം, ഉം. അതായത് നിങ്ങളുടെ യാത്രയെ തടയാൻ വേണ്ടിയിട്ടാണ് അവർ കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത് എന്ന് എന്റെ അഭിപ്രായം. ശ്രീവിദ്യാ മന്ത്രം കിട്ടിയവർ പോലും ഇപ്പൊ കുട്ടിച്ചാത്തന്റെ മെയിൻ ആൾക്കാരാണ്. ഉം. വലിയ വലിയ ആൾക്കാരൊക്കെ വശീകരിച്ച് വെക്കാനൊക്കെ ഇത് ഉപയോഗിക്കും. വലിയ വലിയ ആൾക്കാരൊക്കെ ഇപ്പം എനിക്കിപ്പം പാട്ടുകാര ഹരിഹരൻ എന്ന വശീകരിച്ചാൽ കൊള്ളാം തോന്നിക്കോളൂ. ഉദാഹരണേ, ഇപ്പൊ ഞാൻ അതിനോട് കർമ്മങ്ങൾ കുട്ടിച്ചാത്തനം ചെയ്തിട്ട് അയാളെ കൊണ്ട് കൊണ്ടുവരാൻ പറ്റും. പിന്നെ അയാൾ ബുദ്ധി കെട്ട പോലെ എൻ്റെ കൂടെ നടക്കും. ഞാൻ അയാളുടെ ഗ്ലോറിയുടെ 100-1 ഇല്ലാത്ത ആളാണെങ്കിൽ പോലും ഞാൻ എന്താ മഹാനെന്ന് നടത്തിരിക്കും. അങ്ങനെയൊക്കെയുള്ള പല പരിപാടികളുണ്ട്, ഇല്ലെന്ന് ഞാൻ പറയുന്നത്, നിഷേധിക്കുന്നില്ല. പക്ഷെ ഇതൊക്കെ എത്ര കാലത്തേക്കാണ്? ഇതിനൊക്കെ തിരിച്ചടി വരില്ലേ? ഉം. പ്രപഞ്ചം വളരെ കോൺഷ്യസ് ആയിട്ട് ഒരു മെഷീനറിയാണ്. ഉം. നിങ്ങൾ ചെയ്യുന്ന ഓരോ കർമ്മത്തിനും നോട്ട് ചെയ്യേണ്ടത് തിരിച്ചു വരും. അതുകൊണ്ട് ഇങ്ങനത്തെ ഒന്നും പോയി പെടരുതെന്ന് എല്ലാവരോടും താഴ്മയായി പറയാണ്. വട്ടായി പോകും, നിങ്ങൾക്ക് ജീവിതം നശിച്ചു പോകും. താൽക്കാലികമായിട്ടൊരു പരിഹാരം. താൽക്കാലം നമുക്കിപ്പം നമ്മള് പിന്നെ ഇത്തിരി കഷ്ടപ്പെട്ടാലും ഉം. അളിയൻ ദുഃഖിച്ചാൽ മതി പറഞ്ഞ മനസ്സാണ് ഹിന്ദുക്കൾക്ക്. അതെ ഹിന്ദുക്കളുടെ മൈൻഡ് ഒരു പ്രത്യേക മൈൻഡാണ്. അതെ അതെ. അതെന്ന് വെച്ചാല് എന്റെ കച്ചവടം അത്ര ഇല്ലെങ്കിലും കുഴപ്പമില്ല കൃഷ്ണ, ഉം. അടുത്ത കച്ചവടക്കാരനെ പൊട്ടിക്കണേ എന്ന് പ്രാർത്ഥിക്കുന്ന മൈൻഡാണ് നമ്മുടെ. അപ്പോഴാണ് ഈ കുട്ടിച്ചാത്തനൊക്കെ റെഡി ആയിട്ട് പണിയെടുക്കാൻ തയ്യാറായി വരുന്നത്. ഉം. അപ്പൊ ഇത് പറഞ്ഞ എനിക്ക് ഹേറ്റേഴ്സ് ഒരുപാട് വരും. നിനക്ക് കുട്ടിച്ചാത്തനെ പറ്റി എന്തറിയാം? ഉം. പിന്നെ നീ കുട്ടിച്ചാത്തനെ അച്ഛനല്ലേ എഴുതുന്ന കമന്റ്, പ്രതീക്ഷിക്കാം. ഉം. എന്നാൽ കുട്ടിച്ചാത്തനെ അച്ഛനുള്ള കമന്റ് എഴുതുന്നു. അതുകൊണ്ട് കുഴപ്പമില്ല. ഞാൻ കുട്ടിച്ചാത്തന അച്ഛന്റെ ഉപാസകനാണ്, എന്നോട് നമ്മളൊരു കുടുംബക്കാരാണ് ഉം. എന്നവർ മനസ്സിലാക്കണം. പക്ഷെ ഞാൻ അച്ഛനെ മാത്രമേ ഉപാസിക്കുള്ളൂ, അതെ. അച്ഛനും അമ്മയും ആ കുടുംബം. ഇതിൽ നിന്നിപ്പോ ഒരു മറു ചോദ്യം എന്ന് പറഞ്ഞാല്, ആ. ഇതിപ്പോ രണ്ട് തട്ടാവുമല്ലോ, പല ദൈവങ്ങളെ ഉപാസിക്കുന്നു. ആ. അത് ഹിന്ദു മതത്തിന്റെ ഒരു ബലഹീനതയായി മാറുന്നുണ്ടോ? ഒരിക്കലുമില്ല. ഞാൻ പറഞ്ഞുതരാം. ഉം. എന്നുവെച്ചാൽ ബലഹീനത എന്ന് പറഞ്ഞാൽ എന്താണ് ശരിക്കും പറഞ്ഞാൽ? മതത്തിന്റെ ബലം എന്ന് പറഞ്ഞാൽ എന്താ? ഇത്ര ആളുകൾ കൂടുന്നല്ലോ. ആൾക്കൂട്ടമാണ് ബലമെങ്കിൽ അമീബയാണ് ഏറ്റവും വലിയ ജീവി ലോകത്ത്. ആ. എവിടെ അമീബ ഉണ്ടല്ലോ, അതെ 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 അല്ലേ? അതെ. അപ്പോ അല്ലെ ബാക്ടീരിയ. ഉം. ആൾക്കൂട്ടമല്ല. മറ്റേ രജനീ പന്നിങ്ക കൂട്ടം കൂട്ടമത്താവരോ സിംഗ അതുപോലെ നമ്മളെ ഹിന്ദുക്കാർ കാര്യം. പക്ഷെ നമ്മളെ എണ്ണം കുറവാണെങ്കിലും നമ്മളെ പ്രത്യേകത എന്താ വെച്ചാലേ, ഇതൊക്കെ ഓരോ യന്ത്രം പോലെയാണ്. ഓരോ ദേവതയും ഓരോ ഋഷിമാർ ഉണ്ടാക്കി വിടുകയാണ്. എന്തിനാണ്? ഓരോ തലത്തിലുള്ള ആൾക്കാർക്ക് വേണ്ടി ഓരോ തരം ഗെയിംസ് കിട്ടാൻ വേണ്ടി ഒക്കെ ഉണ്ടാക്കിയതാണ്. ഉം. ഒന്നും തെറ്റല്ല. പക്ഷെ അതേ ഹിന്ദുമതം തന്നെ പറയുന്നുണ്ട്, ഈ പലതിലൂടെ ഉപാസിച്ചാലും ഒന്നിൽ തന്നെ എത്തുക. അത് ഒരു ദൈവത്തിലെത്തുന്നല്ല. ഉം. അവൻ നേരത്തെ ആദ്യം പറഞ്ഞത് ആത്മസ്വരൂപത്തിലേക്കുള്ള യാത്രയാണിത്. നിങ്ങൾ കുട്ടിച്ചാത്തനെ ഉപാസിച്ചാലും രാമനെ ഉപാസിച്ചാലും ഉപാസന ശുദ്ധമാണെങ്കിൽ, പരദ്രോഹം അതിൽ എലിമെന്റ് അല്ലെങ്കിൽ കർമ്മം ശുദ്ധമാണ്. നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾ അവിടെ എത്തിച്ചേരും.